ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഓഫീസ് ഡയറക്ടറായിരുന്ന ഡോക്ടർ ബിനോയ് ജോബ് നമുക്കിപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ ബിനോയ് ജോബ് മൻമോഹൻ സിംഗിനെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയങ്ങളും അദ്ദേഹത്തിൻ്റെ മാനുഷിക നന്മകളും ഊന്നി പറയുകയാണ് എല്ലാവരും. അദ്ദേഹത്തിൻ്റെ വിമർശകർ പോലും ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു. യഥാർത്ഥത്തിൽ 10 വർഷക്കാലം പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ വലിയ വെല്ലുവിളികൾ നേരിട്ട് മുന്നോട്ട് പോയിരുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായും ഒരു പൂർണ്ണസമയ രാഷ്ട്രീയക്കാരനല്ലായിരുന്നതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയക്കാരൻ്റെ മെയ്വഴക്കം പലപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സുവ്യക്തമായ ചില തീരുമാനങ്ങളുണ്ടായിരുന്നു, കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് നേരിട്ട് പ്രകടമായിരുന്നു. ഇത് സജിത്ത്, ഇത് നമ്മളുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ്. പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ചിന്താഗതിയല്ലേ. നിങ്ങളൊന്ന് നോക്കൂ, ഒന്ന് പുറത്തുനിന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഈ സമയത്ത് നമ്മളൊന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് വേറിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ മൻമോഹൻ സിംഗിൻ്റെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം, രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് ഒരു റോൾ മോഡലാണ്. നമ്മൾ കൺവെൻഷണൽ രാഷ്ട്രീയത്തെ നമ്മൾ നോക്കുന്നത് ഈ തെരുവീതികളിൽ നിന്ന് അടിക്കുകയും അടികൊള്ളുകയും ചെയ്യുന്ന അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഭാവി രാഷ്ട്രീയക്കാരെ നോക്കുന്നത്. അങ്ങനെയുള്ള ഫോർമുലയൊക്കെ പൊളിച്ചടുക്കി അദ്ദേഹം വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെ കൊണ്ടുവന്ന്, ഓണസ്റ്റി ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് കൊണ്ടുവന്ന്, ഇവിടെ കേരളത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് മാത്രമല്ല, ലോകം മുഴുവനുള്ള സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ലാതെ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം കൊണ്ടുവന്നൊരു വേറിട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കൺവെൻഷണൽ പൊളിറ്റീഷ്യനെ പോലെ ആദ്യം മാർക്കറ്റിംഗ്, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ കാലം മുഴുവൻ, അദ്ദേഹം ഫൈനാൻസ് മിനിസ്റ്റർ ആയിരിക്കും മുതൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഫൈനാൻസ് ആയിരിക്കുമ്പോൾ 1991 അദ്ദേഹം എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നതോടെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികമായി തകരാൻ പോയിരുന്ന ഒരു രാജ്യത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. അവിടെ നിന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയിലേക്ക് വരുമ്പോൾ ആ ഒരു എക്കണോമിക് റിഫോംസ് മാത്രമല്ലാതെ അദ്ദേഹം കൊണ്ടുവന്നത് നിങ്ങൾ നോക്കൂ, അദ്ദേഹം സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്ന മനുഷ്യനാണ്. 30 കോടി ജനങ്ങളെയാണ് BPL നിന്ന് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കിടന്ന 30 കോടി ആൾക്കാരെയാണ് അദ്ദേഹം ഉയർത്തി കൊണ്ടുവന്നത്, അദ്ദേഹത്തിൻ്റെ ഫോർമുല ആൻഡ് പോളിസി. അപ്പോൾ അതേപോലെ സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്നിപ്പോൾ ഒരു സ്പേസിൽ നമ്മൾ ഇന്ത്യ ഒരു ലീഡറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വളർച്ചയുടെയൊക്കെ തുടക്കമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആ സമയത്താണ്. അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യവുമാണ് ഇത് ചെയ്തത്. നമുക്കിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്ന് നാട്ടുകാരിന്ന് മടുത്തു തുടങ്ങി. ഒരു കൺവെൻഷണൽ രാഷ്ട്രീയക്കാരെ അടിയും ഇടിയും ഈ ഗുണ്ടായുസവും കൊണ്ടുള്ള രാഷ്ട്രീയത്തെ മടുത്തു. അവർക്ക് കാണുന്ന ഒരു വേറിട്ട കാഴ്ചയാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേറിട്ട ഒരു റോൾ മോഡലായിരിക്കുകയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ജീവിതം. ആരോടും പകയില്ലാതെ സാധാരണ മനുഷ്യൻ്റെ ഉന്നമനത്തിനായി അദ്ദേഹം പരിശ്രമിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഞാനവിടെ വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ കേരളത്തിന് വേണ്ടി നിങ്ങൾ നോക്കൂ, 89 പ്രൊജക്റ്റുകളാണ് അദ്ദേഹത്തിൻ്റെ ടേൺ ഓവറിൽ ഇവിടെ കൊണ്ടുവന്നത്. ഓരോ ഡിസ്ട്രിക്റ്റിലും, ഓരോ ജില്ലയ്ക്കും, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓരോ ജില്ലയ്ക്കും 5 or 6 പ്രൊജക്റ്റ് വെച്ചും, തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി പോലുള്ള വലിയ ജില്ലയ്ക്ക് മിനിമം 10 പ്രൊജക്റ്റുകളും കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. കേരളത്തിൽ ഇത്രയേറെ പ്രൊജക്റ്റുകൾ അതിന് മുമ്പോ അതിന് കഴിഞ്ഞോ വന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. പക്ഷെ സാധാരണ മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങി. പത്രപ്രവർത്തകർ ചിന്തിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ചിന്തിച്ചോ എന്നുള്ളതിൽ വിട്ടുകളയും. ഡോക്ടർ ബിനോയ് ജോബ്, ഈ അവിടെയും പ്രസക്തമാവുന്നത് നമുക്കറിയാം, PR എക്സസൈസ് എന്ന് പറഞ്ഞൊരു വലിയൊരു പങ്ക് രാഷ്ട്രീയ രംഗത്തും ഉണ്ടല്ലോ. ഇപ്പോൾ ദേശീയ രംഗത്തൊക്കെ നമ്മളത് പലപ്പോഴും പ്രകടമാവുകയും വിമർശന വിധേയമാവുകയും ചെയ്യുന്നതുമുണ്ട്. അപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം ദീർഘവീക്ഷണം നടത്തിയുള്ള സാമ്പത്തിക നയങ്ങളും കാഴ്ചപ്പാടുകളും പദ്ധതികളും മുന്നോട്ട് വെച്ചു. പക്ഷേ ആ പദ്ധതികൾ അതേ തരത്തിൽ അതിനെ ഏറ്റെടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ മുന്നണിയായിരുന്നു. സ്വാഭാവികമായും അതുണ്ടായില്ല എന്നത് പിൻകാലത്ത് ആ സർക്കാരിനൊരു തുടർച്ചയില്ലാതെ പോയതിന് കാരണമായിട്ടില്ലേ? ഇപ്പോഴത്തെ പ്രത്യേക ദേശീയ സാഹചര്യം കൂടി നമുക്കിതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടി വരും. അതെ, ഈ കാര്യം ഞാൻ അവരുടെ കോൺഗ്രസ് MPമാർ തന്നെ അവർ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അവർക്ക് അദ്ദേഹത്തെ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ ഒരു വളരെ, എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് ഞാൻ
കണക്കാക്കുന്നത് ഒരു ഡിഗ്നിഫൈഡ് പൊളിറ്റിക്സിൻ്റെ ഒരു ഉസ്താദാണ് അദ്ദേഹം. ഇന്ന് വരെ അദ്ദേഹവും താഴെക്കടയിലുള്ള കോൺഗ്രസ് നേതാക്കൾ എന്തു പറയുന്നു എന്നല്ല, നിങ്ങൾ നോക്കൂ, ഈ മാസം വരെ സോണിയാഗാന്ധിയും അദ്ദേഹമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം ആ ഒരു ഡിഗ്നിഫൈഡ് വേയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെ പോലും അദ്ദേഹത്തിനെതിരെ പറയുന്നവരെ പോലും അദ്ദേഹം ഒന്നും പറയാതെ സൗമ്യതയോടെ വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴും വലിയ ക്രൈസിസ് വരുമ്പോഴും അതിനെയൊക്കെ സൗമ്യതയോടെ അദ്ദേഹം അത് തരണം ചെയ്യാൻ നോക്കുക ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഒരു കൺവെൻഷണൽ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ പോലെ ഒരു അഗ്രഷനിലോ PR എക്സസൈസിലോ ബിഹേവ് ചെയ്യുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വക്താവായിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറയും, ബിനോയ് എനിക്ക് ഒരു ക്രെഡിറ്റും വേണ്ട, ഒരു PR വേണ്ട. ഞാൻ പല കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ പറയാം, റെയിൽവേയിൽ പുതിയ ഇന്നോവേഷൻ കൊണ്ടുവന്നു. അന്ന് റെയിൽവേ മിനിസ്റ്ററായിരിക്കുന്നത് ലാലു പ്രസാദ് യാദവാണ്. ഞാൻ പറഞ്ഞു, സാർ ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഐഡിയാസ് അല്ലേ, നമ്മൾ ഇവിടുന്ന് കൊണ്ടുവന്ന പോളിസി ഐഡിയാസ് അല്ലേ, നമുക്ക് സാറിൻ്റെ പേര് എന്തെങ്കിലും ഒരു ക്രെഡിറ്റ്. അദ്ദേഹം പറയും, ബിനോയ്, നോ ക്രെഡിറ്റ് ഫോർ മീ, അത് ഓൾവേസ് ഗീവ് ക്രെഡിറ്റ് ടു ദറ്റ് മിനിസ്റ്റർ ആൻഡ് ദ മിനിസ്ട്രി. അങ്ങനെ ഒരു വലിയൊരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. വലിയൊരു ലാർജ് ഹാർട്ടഡ് മനുഷ്യനായിരുന്നു, വിശാല ഹൃദയത്തിൻ്റെ ഒരു ഉടമയായിരുന്നു അദ്ദേഹം. അതൊക്കെ ഇന്നാണ് നമ്മൾ ആൾക്കാരെന്ന് എഴുതുന്നത്. പക്ഷേ അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. ഇത്രയേറെ ഒരു വിഷനുള്ള ഒരു ലീഡർ, ഒരു നെഹ്റു കഴിഞ്ഞിട്ട് ഇത്രയേറെ വിഷനുള്ള ലീഡേഴ്സ്, വാജ്പേയി കുറേയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് മൻമോഹൻ സിംഗ് വരെ. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. ഒരു എക്കണോമിക് റിഫോംസ് മുതൽ സോഷ്യൽ റിഫോംസ് വരെ, സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എഡ്യൂക്കേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ സമയത്താണ് ഞങ്ങളത് പോളിസി കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ രാജ്യത്തിന് ഉപയോഗിക്കാനോ രാഷ്ട്രീയക്കാർക്കോ രാഷ്ട്രീയ പാർട്ടിക്കോ ഒന്നും ഉപയോഗിക്കാൻ പറ്റിയില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് കുറവല്ല, അദ്ദേഹത്തിന് നഷ്ടമല്ല. നഷ്ടം നമുക്ക് രാജ്യത്തിനാണ്. അത് ഇന്ത്യയെ മാത്രമല്ല, ഇന്ത്യയുടെ മാത്രമല്ല മറ്റു രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും വരുമ്പോൾ അവരുടെ രാജ്യങ്ങളിലെ എക്കണോമിക് ക്രൈസിസിനെ കുറിച്ച്, അവരുടെ രാജ്യത്തെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഫോർമുലകൾ മൻമോഹൻ സിംഗിനോട് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ ഓരോ അഡ്വൈസ് വാങ്ങി അദ്ദേഹം. പക്ഷേ അതും അദ്ദേഹം ഒരിക്കലും ക്രെഡിറ്റ് എടുക്കാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബറാക്ക് ഒബാമ പോലും പബ്ലിക്കിൽ പറഞ്ഞത്, ഡോക്ടർ മൻമോഹൻ സിംഗ് ഈസ് മൈ ഗുരു. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല, ചെറിയ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇതിനൊക്കെ ഉള്ളിൽ അതിൻ്റെ പുറകിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത, നമുക്ക് അദ്ദേഹത്തിൻ്റെ കഴിവോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചടുലതയോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആ ന്യൂക്ലിയർ ഡീലിൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്. വലിയ രാഷ്ട്രീയ രീതിയിൽ പുറകിൽ നിന്ന് ആൾക്കാർ കുത്താൻ നോക്കുമ്പോൾ പോലും അദ്ദേഹം വളരെ സൗമ്യതയോടെ ആ ക്രൈസിസിനെ മാനേജ് ചെയ്തു. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് പബ്ലിക് ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഒരു ഫോർമുല കൊണ്ടുവന്ന തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ഒരു മഹാനായ ഒരു ലീഡറാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. നമുക്ക് തീരാ നഷ്ടം തന്നെ. ഓക്കെ, ഡോക്ടർ ബിനോയ്, ഈ 10 വർഷം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നയാളാണ്. സ്വാഭാവികമായും കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ തന്ത്രപ്രദമായ ഇടത്ത് അതിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നയാളാണ്. അദ്ദേഹത്തിന് വലിയൊരു പവർ സെൻറ്റർ ആകാമായിരുന്നു. പക്ഷേ 10 വർഷത്തിന് ശേഷവും അദ്ദേഹം ഒരിക്കലും അത്തരമൊരു സാധ്യതകൾ ചിന്തിച്ചിരുന്നില്ല. അത് പ്രകടമായിരുന്നു. അത്തരം രാഷ്ട്രീയ തീരുമാനങ്ങൾ പാർട്ടി എടുക്കട്ടെ, താൻ തൻ്റെ ഉത്തരവാദിത്തം മാത്രം നിർവഹിക്കാം എന്ന സ്വാഭാവിക ചിന്തയിലേക്ക് മാത്രം 10 വർഷത്തിന് ശേഷവും സാധാരണ ഉദ്യോഗസ്ഥ തലത്തുനിന്നും രാഷ്ട്രീയത്തിലെത്തിയിട്ട് ആ രംഗത്ത് രാഷ്ട്രീയക്കാരനായി മാറിയ നിരവധി ആളുകൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ഒരിക്കലും മൻമോഹൻ സിംഗ് അങ്ങനെ ആയിരുന്നില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, അതാ പറഞ്ഞത്, നമ്മളുടെ ചിന്ത എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. നിങ്ങളാണെങ്കിലും ഇപ്പോൾ ചോദിക്കുമ്പോൾ ചോദിക്കുന്നത് അവിടെ രാഷ്ട്രീയത്തിലുണ്ടായി ഒരു പവർ സെൻറ്റർ ആകാനായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. മോസ്റ്റ് സെൽഫ്ലെസ് പബ്ലിക് ലീഡർ ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ്. അപ്പം അങ്ങനെ നമ്മൾ എന്തിനാണ് ഓരോരുത്തർ പവർ സെൻറ്റർ ആക്കാൻ നോക്കുന്നത്? അദ്ദേഹം വന്നു, അദ്ദേഹത്തിൻ്റെ പബ്ലിക് സർവീസ് അദ്ദേഹം ചെയ്തു പോയി. നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നൊരു മനുഷ്യനും രാഷ്ട്രീയത്തിലില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കറയും വന്നിട്ടില്ല. അദ്ദേഹം വന്നു രാഷ്ട്രീയത്തിൽ ഒരു പൊസിഷൻ വേണമെന്നത് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് ഓഫർ ചെയ്യുന്ന രാജ്യസഭ ഒന്നോട് അദ്ദേഹം പറഞ്ഞു, നോ, മതിയായി. അങ്ങനെ ഒരു പവറിലോ പൊസിഷനിലോ അദ്ദേഹം താല്പര്യമില്ല. ഈ ടെന്യൂറിൽ ഇരുന്നുകൊണ്ട് ഒരു വൈഡ് റേഞ്ച് ഓഫ് റിഫോംസ് കൊണ്ടുവന്നൊരു മനുഷ്യനാണ്. From our energy to social reforms to economics to education to technology, science and technology. അത് പറഞ്ഞാൽ നമ്മൾ പത്രപ്രവർത്തനം എഴുതാത്തൊരു കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ഒരു വിഭാഗമാണ് സയൻസ് ആൻഡ് ടെക്നോളജി. നിങ്ങൾ നോക്കുള്ളൂ, ന്യൂക്ലിയർ
ഡീലിൽ കൂടെ വന്നത് 4800-ൽ പരമുള്ള ഒരു ടെക്നോളജി ട്രാൻസ്ഫറാണ്. അത് കഴിഞ്ഞോ അതിന് ശേഷം അതിന് മുമ്പോ ഒരിക്കലും ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഒരു ഏരിയയിൽ നമുക്ക് വിസിബിളായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നത് സ്പേസ് ടെക്നോളജിയിലാണ്. അത്രയേറെ നമുക്ക് അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് ഈ ഒരു മനുഷ്യൻ്റെ കോൺട്രിബ്യൂഷനാണ്. എഡ്യൂക്കേഷൻ, സോഷ്യൽ എംപവർമെൻറ്റ്. നമ്മൾ നോക്കൂ, ഫാർമേഴ്സ്, കൃഷിക്കാർ സൂയിസൈഡിലേക്ക് പോകുന്ന, ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഫോർമുലയിലാണ് എല്ലാ വർഷവും അവരുടെ കാർഷിക കടം എഴുതിത്തള്ളി അവരെ രക്ഷപ്പെടുത്തി. എത്രയോ കുടുംബങ്ങളെയാണ് രക്ഷപ്പെടുത്തിയത്. അവർക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ ഫോർമുലാസ് കൊണ്ടുവന്ന് അവരെയും രക്ഷപ്പെടുത്തുക, തൊഴിൽ കൊണ്ടുവന്ന് ആ ഒരു ഗവൺമെൻറ്റിലേക്ക് ഇത് കൊണ്ടുവന്നത്. ഇന്നിപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ഓർക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത്രയേറെ ഒരു വിഷണറി ആയിട്ടൊരു ലീഡറെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നഷ്ടം. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഡോക്ടർ മൻമോഹൻ സിംഗിനെ പരമ്പരാഗത രാഷ്ട്രീയത്തിൻ്റെ കള്ളികളിൽ നിർത്തി മാത്രം കാണാൻ കഴിഞ്ഞു എന്നതിൽ അദ്ദേഹത്തെ വിലയിരുത്താൻ നമുക്ക് പരാജയപ്പെട്ടോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുകയാണ്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾ, ആ നയങ്ങൾ തന്നെയല്ലേ രാജ്യത്തിന് നിവർന്നു നിൽക്കാൻ ശേഷി നൽകിയത് എന്ന ചോദ്യം കൂടിയുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിലെങ്കിലും മൻമോഹൻ സിംഗ് ആദരിക്കപ്പെടുകയാണ്, അദ്ദേഹത്തെ അംഗീകരിക്കപ്പെടുകയാണ്. ഡോക്ടർ ബിനോയ്, ഈ കോൺഗ്രസ് പാർട്ടി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, രാഹുൽ ഗാന്ധി ഒരു ഘട്ടത്തിൽ ആ സർക്കാരിൻ്റെ ഓർഡിനൻസ് പോലും പരസ്യമായി കീറിക്കളഞ്ഞുകൊണ്ട് ഒരു നീക്കം നടത്തുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ആശങ്കയുണ്ടാവാം, എൻ്റെ ഈ തരത്തിൽ എതിർക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമുണ്ട്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു, ഒരു രാഷ്ട്രീയക്കാരൻ്റെ പരമ്പരാഗതമായ കണ്ണിയിൽ അദ്ദേഹം ഒരിക്കലും ഒതുങ്ങിയിരുന്നില്ല. തർക്കമില്ല കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അതെല്ലാം അങ്ങനെ തന്നെയും ആയിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ അന്ന് ഓഫീസിനോട് ചേർന്ന് നിന്ന വ്യക്തിയായതുകൊണ്ട് ചോദിക്കുകയാണ്, ഇത് എത്ര കണ്ട് അദ്ദേഹത്തിൽ വേദന ഉണ്ടാക്കിയിരുന്നു? അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും പ്രകടനത്തിലുമൊക്കെ എന്നത് പ്രകടമായിരുന്നു. അദ്ദേഹം, ഞാൻ പറഞ്ഞില്ലേ, എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ഒരു കുലുങ്ങാത്ത മനുഷ്യനാണ്. അത് നമ്മൾ പത്രപ്രവർത്തകരാണ് എഴുതി വെക്കുന്നത്, അദ്ദേഹം മിണ്ടില്ല. നിങ്ങൾ നോക്കൂ, 10 വർഷക്കാലം എല്ലാ വർഷവും ഒരു നാഷണൽ പ്രസ് കോൺഫറൻസ് എവ്രി ഇയർ ഞാനാണ് ഓർഗനൈസ് ചെയ്തത്. ലാസ്റ്റ് പ്രസ് കോൺഫറൻസിൽ 880ഓളം പത്രപ്രവർത്തകരാണ് മുന്നിൽ നിർത്തി അദ്ദേഹം ഒറ്റയ്ക്ക്, ഞങ്ങളെ സൈഡിൽ നിൽക്കുകയല്ലേ ഉള്ളൂ, അദ്ദേഹത്തിന് ഫേസ് ചെയ്യുന്നത്. അങ്ങനെ കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇങ്ങനെ ഓരോരോ രാഷ്ട്രീയ ക്രൈസിസ് വരുമ്പോഴൊക്കെ അതൊക്കെ വളരെ സൗമ്യതയോടെ, അതിനെ മറികടക്കാൻ പറ്റാത്തൊരു ക്രൈസിസായിട്ട് ഒരിക്കലും തന്നെ കണ്ടിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കപ്പാസിറ്റി. പക്ഷെ നമ്മൾ അദ്ദേഹത്തിൻ്റെ സൗമ്യതയെ നമ്മൾ അതിന് വീക്ക്നെസ്സായിട്ട് നമ്മൾ കണ്ടു. അത് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് ആയിരുന്നു. അത് ഓരോ പ്രശ്നങ്ങൾ വരും, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പോലെ, സമൂഹങ്ങൾ ഉണ്ടാകുന്ന പോലെ പ്രശ്നങ്ങൾ വരും, അത് മാറിപ്പോകും. അപ്പോൾ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവെന്ന് പറഞ്ഞത് നമ്മളത് കാണാതെ പോയി. താങ്കൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു രാഷ്ട്രീയം, അതാണ് നമ്മുടെ മനസ്സിലെപ്പോഴും ഉള്ളത്. രാഷ്ട്രീയ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക, അവരെ നശിപ്പിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി സ്കീം ചെയ്യുക. അദ്ദേഹത്തിൻ്റെ എൻറ്റയർ 10 years ഹീ സ്പെൻറ്റ്. അദ്ദേഹം ഓരോ പോളിസികൾ കൊണ്ടുവരാനും ഓരോ സംസ്ഥാനത്തിനെയും ഓരോ ജില്ലയും ഉയർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സമയത്താണ് ഏറ്റവും 100 poorest ഡിസ്ട്രിക്റ്റ്, ദാരിദ്ര്യമായി കിടക്കുന്ന 100 ഡിസ്ട്രിക്റ്റുകളെ എടുത്ത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി. കുറേ നാൾ എനിക്കും അത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ ആലോചിച്ച് നോക്കൂ. അതൊക്കെ കൊണ്ടുവരുന്ന ഒരു അത്രയും വലിയൊരു വിഷണറി ആയിട്ടുള്ള ഒരു ലീഡറാണ് അത്. എന്നിട്ട് കോർപ്പറേറ്റുകളെ കൊണ്ടുവന്ന്, വിപ്രോ പോലുള്ള കമ്പനികളെ കൊണ്ടുവന്ന് ഈ പൂവറസ്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളിൽ സ്കൂളുകൾ തുടങ്ങി, ക്വാളിറ്റി സ്കൂൾസ് തുടങ്ങുക, അവിടെ വഴികളുണ്ടാക്കുക, അവിടെ ഇലക്ട്രിസിറ്റി പവർ എത്തിക്കുക. അപ്പം അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ആയിട്ടുള്ള ഒരു പോളിസി ഫോർമുലേഷനും ലീഡർഷിപ്പും കാണിച്ചൊരു മനുഷ്യനാണ്. കേരളത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ ഡിസ്ട്രിക്റ്റിലും 5 പ്രൊജക്റ്റ് വീതമാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഞാനും നായർ സാർ, ഇവിടെ നമ്മുടെ ടി കെ നായർ സാർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾ പോയി സംസാരിക്കാം. എല്ലാ 2 മാസം കൂടുമ്പോഴും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഞങ്ങൾ കൂടുമായിരുന്നു. കേരളത്തിൽ ഓരോ ജില്ലയ്ക്കും വേണ്ടിയിട്ടുള്ള ഓരോ പ്രൊജക്റ്റുകൾ. എത്ര നേതാക്കൾക്ക് അത് എത്ര പ്രൊജക്റ്റ് പറയാൻ പറ്റും? 89 പ്രൊജക്റ്റുകളാണ് ഈ ടെന്യൂറിൽ, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ടെന്യൂറിൽ കേരളത്തിന് വേണ്ടി ചെയ്തത്. നിങ്ങൾ നോക്കൂ, വിഴിഞ്ഞം എന്ന് വന്നു, കൊച്ചി മെട്രോ എന്ന് വന്നു, LNG ടെർമിനൽ എന്ന് വന്നു, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ
ബ്രാഞ്ച് എന്ന് വന്നു, സ്പേസ് യൂണിവേഴ്സിറ്റി എന്ന് വന്നു. അങ്ങനെ എല്ലാ ജില്ലയ്ക്കും 5 പ്രൊജക്റ്റുകളാണ് കൊണ്ടുവന്നത്. ഇത് പറയാൻ പോലും ആർക്കും അറിയില്ല. ഇന്നും നിങ്ങൾ നേതാക്കളോട് ചോദിക്കും, എത്ര പേർക്ക് ഈ 89 പ്രൊജക്റ്റുകൾ ഓർത്ത് പറയാൻ പറ്റും? അവരവരുടെ ജില്ലയിൽ വന്ന് നേതാക്കളോട് ചോദിച്ചു. അപ്പം അങ്ങനെ ഇത് നമ്മൾ കാണാതെ പോയെന്നുള്ളതാണ്. സൗമ്യനായ ഒരു മനുഷ്യൻ, അതിനേക്കാളേറെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു കസേരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് സൗമ്യനോട് ഇരിക്കാനും എളിമ വെക്കാനുമുള്ള ഒരു ലീഡർഷിപ്പ്, പബ്ലിക് ലീഡർഷിപ്പിൻ്റെ നമ്മുടേതായ കൺവെൻഷനായിട്ടുള്ള ഒരു ഫോർമുലയെ പൊളിച്ചടുക്കി ഒരു പുതിയ ഫോർമുല കൊണ്ടുവന്ന ഒരു ക്ലീൻ രാഷ്ട്രീയത്തിൻ്റെ, ശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ, സൗമ്യതയുടെ രാഷ്ട്രീയത്തിൻ്റെ, എളിമയുടെ രാഷ്ട്രീയത്തിൻ്റെ ആ സ്ട്രോങ് ലീഡർഷിപ്പിൻ്റെ ആർക്ക് ചെയ്യാൻ പറ്റും? ഒരു ന്യൂക്ലിയർ ഡീൽ പോലെ ഒരു ഗവൺമെൻറ് താഴെ വീഴുമെന്ന് പറയുമ്പോൾ പോലും ചങ്കൂറ്റത്തോടെ നിന്ന് അത് ഫേസ് ചെയ്യുക, അതിനെ വിജയിപ്പിക്കുക, എന്നിട്ട് പിന്നെ അദ്ദേഹം ചെയ്ത ആ ഓരോ പ്രവൃത്തിയുടെ പേരിൽ പിന്നെയും ഒരു ഇലക്ഷൻ ജയിച്ചു വരിക. അദ്ദേഹം പൊളിച്ചടുക്കിയില്ലേ സജിത്ത്? നമ്മൾ ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ഫോർമുലയെ അത് നമ്മൾ കാണാതെ പോയി. അത് ഇനിയെങ്കിലും കണ്ടാൽ നമുക്ക് ഭാവിയിലും നമുക്ക് വിദ്യാഭ്യാസമുള്ള ക്ലീൻ രാഷ്ട്രീയമുള്ള പല നേതാക്കളെ നമുക്ക് പബ്ലിക് ലൈഫിൽ കാണാൻ പറ്റും, കാണേണ്ടി വരും. കാരണം ജനത ചിന്തിച്ചു തുടങ്ങി. അത് തുടക്കം കേരളത്തിൽ തന്നെയാവുമെന്നാണ് എൻ്റെ ചിന്ത. യെസ്, എന്തായാലും 90കളുടെ തുടക്കത്തിൽ രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അന്ന് ഒറ്റമൂലിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സാമ്പത്തിക നയങ്ങളായിരുന്നു. ആ സാമ്പത്തിക നയങ്ങളായിരുന്നു പിൻകാലത്ത് ഇന്ത്യക്ക് നട്ടലിലൂടെ തലയുയർത്തി നിൽക്കാൻ, ലോക സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തും തലയുയർത്തി നിൽക്കാൻ ഇടവച്ചത്. ആ തുടക്കം പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എവിടെയാണ് നമുക്ക് പിഴച്ചത് എന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാവുകയാണ്. PV നരസിംഹറാവു അന്ന് അദ്ദേഹം കണ്ടെത്തിയ ആ പ്രതിഭ പിന്നീട് പ്രധാനമന്ത്രി പദത്തിൽ വരെ എത്തി. പക്ഷേ ആ തുടക്കം പിന്നീട് നമുക്ക് കഴിഞ്ഞു. എവിടെയാണ് പതറിപ്പോയത് എന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. എന്തായാലും ഡോക്ടർ മൻമോഹൻ സിംഗിനെ രാജ്യം അനുസ്മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയങ്ങളും ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിലുമടക്കം അദ്ദേഹം പുലർത്തിയിരുന്ന കൃത്യമായ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടുകളും നിലപാടുകളും നീക്കങ്ങളും തന്നെയായിരുന്നു.